ഞാൻ ജീവിതത്തിലെ കുറിച്ച ഏറ്റവും വിലപിടിച്ച കാപ്പി ഏതാന്ന് ചോദിച്ചാൽ അന്ന് വിശ്വനാഥൻ ആനന്ദ് ഉണ്ടാക്കി തന്ന കാപ്പിയാണ്. ഈ കാപ്പി എനിക്ക് തന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, കുടിച്ചു നോക്കൂ, സ്പൂണിട്ടോ നോക്കൂ എന്ന് പറഞ്ഞ് കാപ്പി കുടിച്ചു. എന്നിട്ടാണ് ഇന്റർവ്യൂ. അങ്ങനെയുള്ള വലിയ വലിയ ഇന്റലക്ച്വൽസ്, അത്രയും വലിയ ഇന്റലക്ച്വൽസിനെ സത്യത്തിൽ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. ആ ഒരു ഡെപ്തുള്ള അവരുമായിട്ടൊരു അഭിമുഖങ്ങൾ ഉണ്ടാക്കാനും അവരുടെ ക്ലാസ്സുകൾ ഈ RIBM വേണ്ടി കിട്ടാനും എനിക്ക് സാധിച്ചു. ആകാശവാണിയുടെ ഒരു എന്താ പറയുക ഒരു അഡ്രസ് അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. കാരണം ഐ വാസ് എ നോബഡി, എസ്പെഷ്യലി ഇൻ ഗുജറാത്ത്. ഞാൻ ആരുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാധ്യമ പ്രവർത്തനത്തിലൂടെ പ്രക്ഷേപണ രംഗത്തെത്തിയ ആകാശവാണി, ദൂരദർശൻ, കോഴിക്കോട് നിലയങ്ങളുടെ ഡയറക്ടറും ബറോഡയിലെ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മൾട്ടിമീഡിയ അക്കാദമി മേധാവിയുമായിരുന്ന സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ശ്രീ KM നരേന്ദ്രൻ മാധ്യമ പ്രവർത്തന കാലത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും തുടരുകയാണ്. ഞാൻ ജനിച്ചത് പൊന്നാനിയാണ്. പക്ഷേ 1-ാം വയസ്സിൽ തന്നെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്ത് താമസം തുടങ്ങിയിരിക്കുന്നു. എൻ്റെ അച്ഛൻ കോട്ടക്കൽ അരുവിശാലയുടെ ഒരു ഏജൻസിയിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബാലകൃഷ്ണ വാര്യർ എന്നാണ് പേര്. അദ്ദേഹം ഒരുപാട് കാലം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു. ബോംബെയിൽ ഹിന്ദുസ്ഥാൻ ലീവേഴ്സിലൊക്കെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം അവിടുന്ന് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് ചെയ്തത്. ആ ബിസിനസ് ആരംഭിച്ചത് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫറോക്കുകാരനായി മാറിയത്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലക്കാരനായി മാറിയത്. എൻ്റെ അച്ഛൻ്റെ തറവാട് എന്നൊക്കെ പറയുന്നത് ഗുരുവായൂരാണ്. എൻ്റെ അമ്മ സുശീല, അവർ വട്ടംകുളം, അതായത് എടപ്പാടടുത്ത് വട്ടംകുളത്താണ് അവരുടെ വീട്. അങ്ങനെയാണ് ഞാൻ ഈ കോഴിക്കോട്ടുകാരനായി മാറിയത്. പക്ഷേ 1-ാം വയസ്സ് തൊട്ടേ ഞാൻ കോഴിക്കോട്ടുകാരൻ ആയതുകൊണ്ട് എന്നെ വേറൊരു ജില്ലക്കാരനായിട്ട് ഇനി ഞാൻ പോലും കരുതാറില്ല. എൻ്റെ വീട്ടിൽ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ്, അവസാനത്തെ വ്യക്തിയും ഞാനാണ്. കുടുംബത്തിലോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ എനിക്ക് ഒരു പത്രപ്രവർത്തകനെയും പരിചയം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്കൊരു ജോലി കിട്ടണമായിരുന്നു. ഒരു ദിവസം എൻ്റെ മുമ്പിൽ തുറന്നത് മാധ്യമപ്രവർത്തനത്തിൻ്റെ വാതിലാണ് എന്ന് മാത്രം. അന്ന് തുറന്നത് പട്ടാളത്തിൻ്റെ വാതിലായിരുന്നെങ്കിൽ ഞാനിന്നൊരു പട്ടാളക്കാരനായിട്ട് റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമായിരുന്നു. എനിക്കൊരു ജോലി വേണമെന്ന് മാത്രമേ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. അന്ന് തുറന്ന വാതിൽ അതായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ട് തന്നെയാണ് ജനിക്കേണ്ടിയിരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഞാനൊരു ബാങ്ക് ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളൊരു ബാങ്ക് ഓഫീസർ തന്നെ ആവേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ അതായിരുന്നു ശരിയെന്ന് തോന്നും. ഏത് തൊഴിലിലായാണെങ്കിലും ഒരു 40% 50% മാർക്ക് മേടിക്കാൻ എനിക്ക് അന്നും അറിയാം ഇന്നും അറിയാം. നേരെ മറിച്ച് അക്കാഡമിക് ലോകത്തിലാണെങ്കിൽ മാത്രമേ 90%-ലേറെ മാർക്ക് എനിക്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ. 40-50% മാർക്ക് മേടിച്ച് പാസ് മാർക്ക് മേടിക്കാൻ എന്ത് തൊഴിലും എനിക്ക് പറ്റും, ഏത് തൊഴിലും എനിക്ക് പറ്റും. അത് അന്നും ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പോൾ പോലും ആ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ 90%-ന് മുകളിൽ എനിക്ക് മാർക്ക് കിട്ടണോ, ആ ഭൂമിയിൽ ഒരൊറ്റ തൊഴിൽ എനിക്കതുള്ളൂ, അത് അക്കാഡമിക് തൊഴിലാണ്. പക്ഷെ അതെനിക്ക് ആ ഒരു തൊഴിലിലേക്ക് വരാനും പറ്റിയില്ല. MA കഴിഞ്ഞ ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടണം, അല്ലാണ്ട് എനിക്ക് മാധ്യമ പ്രവർത്തനത്തോട് അന്നും ഇന്നും ഒരു പാഷനും ഇല്ല. സത്യം പറയാമല്ലോ, എൻ്റെ പാഷൻ എന്ന് വന്ന ഒരു ജോലിയല്ല മാധ്യമ പ്രവർത്തനം. എനിക്ക് എല്ലാ കാലത്തും വേണ്ടിയിരുന്നത് അക്കാഡമിക് ലോകമായിരുന്നു. ഒരു അധ്യാപകനാവലും ഒക്കെയായിരുന്നു എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമ ലോകത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, MA കഴിഞ്ഞ ഉടനെ എനിക്ക് മറ്റൊരു ജോലിയും കിട്ടില്ല എന്നൊരു തോന്നൽ വന്ന സമയത്ത് ഇങ്ങനെ മാധ്യമ ലോകത്തിൽ, അതായത് എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ ചിലർ മോഹിപ്പിച്ചു. അവർ ഭംഗിയായിട്ട് എന്നെ പറ്റിക്കുകയും ചെയ്തു. അപ്പോൾ അത് നടന്നില്ല. അവസാനം എനിക്കൊരു ജോലി വേണമായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യം വന്നത് മാധ്യമ പ്രവർത്തനമാണ്. മാതൃഭൂമിയിലെ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് ഉള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു. അതിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെയൊക്കെയാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ വന്നത്. ഞാൻ മാതൃഭൂമി ചേരുന്ന കാലത്ത്, അതായത് 1986 കാലത്തൊക്കെ മാധ്യമപ്രവർത്തനം പ്രൊഫഷണലായിട്ട്, അതായത് അക്കാഡമിക്കായിട്ട് പഠിക്കുന്ന രീതി തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല.
എവിടെയൊക്കെയോ ഒരു സ്ഥാപനത്തിലോ മറ്റുമൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു MCJ കോഴ്സ് അക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ 99% സബ് എഡിറ്റർമാരായിട്ട് ചേരുന്ന വ്യക്തികളും അതിൽ പഠിച്ച് പാസ്സായവരല്ല. അക്കാലത്ത് അതായിരുന്നില്ല രീതി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ധാരാളം പേർ മാധ്യമപ്രവർത്തനത്തിന് വരുന്നത് ഈ അക്കാഡമിക്കായിട്ട് ഇത് പഠിച്ചിട്ടാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യകാലത്തെ പത്രപ്രവർത്തകരെ നോക്കൂ. ഇപ്പോൾ KP കേശവമേനോൻ അടക്കമുള്ള സുദേശാഭിമാനി അടക്കമുള്ള ആൾക്കാർ എങ്ങനെയാണ് പത്രപ്രവർത്തകരാകുന്നത്? അവരാരും പത്രപ്രവർത്തനം കോളേജിൽ പഠിച്ചിട്ട് വന്നവരല്ല. അവർക്ക് മറ്റ് വിഷയങ്ങളാണ് അറിവുണ്ടായിരുന്നത്. ഞാൻ ആ പഴയ തലമുറയുടെ അവസാനത്തെ വ്യക്തിയായിട്ട് എന്നെ കരുതാം. കാരണം എനിക്ക് മറ്റ് വിഷയങ്ങളാണ് അറിയുമായിരുന്നത്. അക്കാഡമിക്കായിട്ട് ഞാനിത് പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ മാതൃഭൂമിയിലും പിന്നീട് ആകാശവാണിയിലും ജോയിൻ ചെയ്ത ശേഷം എനിക്ക് അക്കാഡമിക്കായ ഈ പാഠങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുകയുണ്ടായി. പ്രത്യേകിച്ച് മാതൃഭൂമിയിൽ അത്തരമൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗം, അന്ന് ട്രെയിനിങ് ജേർണലിസ്റ്റ് തന്നെയായിരുന്നു. ആ 2 വർഷക്കാലം എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങിൽ അക്കാഡമിക്കായിട്ട് ഞാൻ എന്ത് പഠിക്കുമായിരുന്നോ അല്ലെങ്കിൽ പഠിക്കണമായിരുന്നോ അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഇൻവേർട്ടഡ് പിരമിഡ് എന്നൊരു വാക്ക്, ആ ഇൻവേർട്ടഡ് പിരമിഡ് എന്നൊരു വാക്ക് വാസ്തവത്തിൽ എന്താണ്, അക്കാഡമിക്കായിട്ട് പഠിച്ച ആൾക്കേ അതിൻ്റെ അർത്ഥം അറിയുകയുള്ളൂ. പക്ഷേ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നെയും മുതിർന്ന പത്രപ്രവർത്തകർ എന്നെ അത് പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അത്രയേ ഉള്ളൂ. പുതിയ തലമുറ ജേർണലിസ്റ്റിലേക്ക് വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ സെൻസേഷണൽ ജേർണലിസവും അതുപോലെ ഗ്ലാമറുമാണ് ഇന്നത്തെ ജേർണലിസ്റ്റുകളെ പലരെയും, പ്രത്യേകിച്ച് യുവതലമുറയെ മോഹിപ്പിക്കുന്നത് എന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. കാരണം അതല്ല മോഹിപ്പിക്കേണ്ടത്, മറിച്ച് ആഴമുള്ള ജേർണലിസമാണ്. അതിനെത്ര പേർ അതിന് പിന്നാലെ പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. മാതൃഭൂമിയിൽ 1986 ഞാൻ ജോയിൻ ചെയ്യുന്നത്. അന്ന് മാതൃഭൂമിയിൽ ഞാൻ ഒരു ടെസ്റ്റ് എഴുതി, അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. അതിൽ എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് അന്നത്തെ ഇൻ്റർവ്യൂവിനും ഇതിലൊക്കെ. പക്ഷേ മാതൃഭൂമിയുടെ ഉള്ളിൽ കയറിയ സമയത്ത് എനിക്ക് മനസ്സിലായി അവിടെ വലിയ അധികാര വടംവലി നടക്കുകയായിരുന്നു എന്ന്. MD നാലപ്പാടിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ആളുകൾ, MP വീരേന്ദ്രകുമാറിൻ്റെയൊക്കെ ഭാഗത്ത് മറ്റൊരു കൂട്ടം, അങ്ങനെ അവർ തമ്മിലൊരു അധികാര വടംവലി നടക്കുന്ന ഒരു സമയത്ത് അവിടുത്തെ ജോലിക്ക് എത്രത്തോളം സ്ഥിരതയുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടായിരുന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക്. കാരണം ഒരു സ്ഥാപനം പിരിച്ചുവിടുന്ന അല്ലെങ്കിൽ പുറത്താക്കുന്ന സമയത്ത് ആദ്യം പുറത്താക്കുക ഏറ്റവും അവസാനം വന്ന ആളുകളെയാണല്ലോ. അപ്പോൾ ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ, തുടർന്നും ജോലി ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വലിയ ശങ്ക അക്കാലത്തെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഒരുപാട് പേരെ പിരിച്ചു വിടുകയും ചെയ്തു ആ അധികാര വടംവലിയുടെ ഭാഗമായിട്ട്. ആ സമയത്താണ് മറ്റൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. UPSC അഡ്വർടൈസ്മെൻറ്റ്, ആകാശവാണിയിലും ദൂരദർശനിലും പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. അപ്പോൾ ആ ജോലിയുടെ സമ്മർദ്ദങ്ങൾ, അതായത് ജോലി കിട്ടണം എന്ന സമ്മർദ്ദം, അതാണ് എന്നെ പിന്നീട് ആകാശവാണിയിലേക്കും ദൂരദർശനിലേക്കും ഒക്കെ എത്തിച്ചത്. ഇതുപോലെ തന്നെ ഡൽഹിയിൽ വെച്ച് ഒരു UPSC ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് പാസ്സാവാൻ പറ്റി. അങ്ങനെയാണ് ആകാശവാണിയിൽ 1988 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാനന്ന് 88 ജോയിൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ മാതൃഭൂമിയിൽ എനിക്ക് തുടരാൻ പറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരെയും അക്കാലത്ത് മാതൃഭൂമി പുറത്താക്കുകയുണ്ടായി ഈ അധികാര വടംവലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആകാശവാണിയിൽ എത്തിപ്പെട്ടത്. 1988 സെപ്റ്റംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 1988 ആകാശവാണിയുടെ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിൽ ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ചേർന്നു. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ആകാശവാണിക്ക് 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട പ്രൈമറി ചാനൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന തിരുവനന്തപുരം ആകാശവാണി. ആ കെട്ടിടത്തിലാണ് പണ്ട് സർ CP തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്, ഭക്തിവിലാസം പാലസ്. അവിടെയാണ് ആകാശവാണി ഉള്ളത്. അതിന് തൊട്ട് പിറകിലാണ് വാണിജ്യ പ്രക്ഷേപണ നിലയമുള്ളത്. ഞാൻ അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ വാണിജ്യ പ്രക്ഷേപണ നിലയത്തിൽ വാസ്തവത്തിൽ വെറും ഈ പരസ്യ വരുമാനം നോക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ മെയിൻ സ്റ്റേഷൻ്റെ, അതായത് പ്രൈമറി ചാനൽ സ്റ്റേഷൻ ഡയറക്ടർ ആയി വന്ന NS കൃഷ്ണമൂർത്തി എന്ന ആളോട് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള പ്രൈമറി ചാനലിലേക്ക് മാറണമെന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ വാണിജ്യ പ്രക്ഷേപണ നിലയത്തിൽ ഞാൻ ജോലി ചെയ്ത ശേഷം രാത്രി സമയത്തെങ്കിലും ഇവിടെ വന്നിട്ട് എന്നെ പ്രവർത്തിക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട വ്യക്തികളിൽ തന്നെ ഏറ്റവും കേമനായിട്ടുള്ള ഒരു 4 പേരെ എടുക്കാൻ പറഞ്ഞാൽ ഒന്ന് NS കൃഷ്ണമൂർത്തി ആയിരിക്കും. അത്രമാത്രം കഴിവും അത്രമാത്രം സൗന്ദര്യവും പ്രതിഭയുള്ള ഒരു വ്യക്തി, അതാണ് NS കൃഷ്ണമൂർത്തി. അങ്ങനെ സ്റ്റേഷൻ ഡയറക്ടറെ എന്നല്ല, അല്ലാത്ത ഒരു അക്കാഡമീഷ്യനെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര ഗംഭീരനായിട്ടാണ് അദ്ദേഹം. വന്ന ഉടനെ തന്നെ അദ്ദേഹവും ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിനെ ഒക്കെ അദ്ദേഹം വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ആലോചനകളിൽ ഒരു തീരുമാനമെടുത്തതാണ്.
ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറയുന്നത്, അത് ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ, ചീത്ത അർത്ഥത്തിലല്ല. അന്ന് ചാനലുകളായിരുന്നില്ല. കാരണം വേണ്ട അത്ര ചാനലുകളൊന്നും സജീവമായിട്ടുണ്ടായിരുന്നില്ല. ഏഷ്യാനെറ്റ് അക്കാലത്ത് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല പറയുന്നത്. 1988 ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ചാനലുകളായിരുന്നില്ല, പത്രങ്ങളായിരുന്നു അന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ്. ഞാനാണെങ്കിൽ മാതൃഭൂമിയിൽ നിന്ന് വന്ന ആളുമാണ്. മാതൃഭൂമിയിൽ നിന്നാണല്ലോ ഞാൻ ആകാശവാണിയിലേക്ക് വന്നത്. അപ്പോൾ ഈ പത്രങ്ങളെ എങ്ങനെ കമ്പീറ്റ് ചെയ്ത് തോൽപ്പിക്കാം എന്നായിരുന്നു പ്രധാനപ്പെട്ട ചിന്താവിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആകാശവാണിക്ക് ഇപ്പോഴും അതെ ഒരു ഭൂതകാല ഒരു ആഭിമുഖ്യം അല്ലാതെ കൂടുതലായിരുന്നു. എന്നും ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഒരു മാധ്യമമായിരുന്നു ആകാശവാണി. അപ്പൊ അത് പോരാ, കുറെ കൂടി പുതിയ കാലത്തുള്ള ജേർണലിസം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പ്രത്യേകിച്ചും ആകാശവാണിയും സ്വീകരിക്കണം എന്ന ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമല്ല, നേരെ മറിച്ച് NS കൃഷ്ണമൂർത്തിയെ പോലുള്ള ഒരു വിഷണറി ആയിട്ട് ഒരാളുടെ ആവശ്യപ്രകാരം ഞങ്ങളൊക്കെ കൂടി ആരംഭിച്ചതാണ് ഈ പ്രഭാതഭേരി എന്ന പ്രോഗ്രാം. രാവിലത്തെ പ്രോഗ്രാമാണത്. അത് അന്ന് അതിന്റെ ചുമതലക്കാരനായിട്ട് ഒരു നല്ലൊരു യുവാവിനെയും അന്ന് കിട്ടി. എൻ്റെ അടുത്ത സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, അദ്ദേഹമാണ് ആ പ്രഭാതഭേരി എന്ന പരിപാടിയുടെ ആദ്യത്തെ ഇൻചാർജ് ആയിട്ടുള്ള ഓഫീസർ. ഞങ്ങൾ ഒരേ ബാച്ചിൽ ആകാശവാണിയിൽ ജോയിൻ ചെയ്തതാണ്. ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താനും ഞാനൊക്കെ ഒരേ ബാച്ചിലാണ്. അങ്ങനെ അത് ഒരു പത്രത്തിന്റെ ഒരു പത്ര റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എങ്ങനെ റേഡിയോ കൈകാര്യം ചെയ്യും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടാണ് ഈ പ്രഭാതഭേരി ആരംഭിച്ചത്. ഓരോ ദിവസവും രാവിലെ 10 മിനിറ്റേ ഉള്ളൂ വാസ്തവത്തില്. ജനങ്ങളുടെ പ്രശ്നം, പ്രത്യേകിച്ച് പത്രങ്ങൾ പോലും കൊടുക്കാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ ഓരോ ദിവസവും രാവിലെ പ്രക്ഷേപണം ചെയ്യുകയും അത് നിയമസഭകളിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിന് ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ജനങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയായി മാറി പ്രഭാതഭേരി എന്ന പരിപാടി. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാണിജ്യ പ്രക്ഷേപണ നിലയത്തിലാണെങ്കിലും ഞാൻ മെയിൻ സ്റ്റേഷനിൽ രാത്രിയൊക്കെ വന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞില്ലേ. എന്ന് മാത്രമല്ല, ഞാൻ പത്രത്തിൽ ആണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ വളരെ സ്നേഹത്തോടെ ചില പ്രഭാതഭേരി പ്രോഗ്രാംസൊക്കെ ഞാൻ എൻ്റെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് അക്കാലത്ത് ഉണ്ടാക്കിയത്. ഞങ്ങൾ നല്ല ഭാരമേറിയ UPTR എന്ന റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് തോളിൽ തൂക്കി കേരളത്തിലെ പല സ്ഥലത്തും പോയി നിരവധി ഇൻ്റർവ്യൂസും ഒക്കെ ചെയ്ത് അന്നന്ന് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് പിറ്റേ ദിവസത്തെ രാവിലത്തെ പ്രഭാതഭേരിയായിട്ട് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. ആ പ്രക്ഷേപണത്തിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും പ്രഭാതഭേരി അന്നേ ദിവസത്തെ രാവിലെയാണ് പ്രഭാതഭേരി, ഏർലി മോർണിംഗ് ആണ് പ്രക്ഷേപണം ചെയ്യുക. അന്നത്തെ നിയമസഭയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ടത് മാറും. ഇത് മിക്കവാറും എല്ലാ ദിവസവും സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം റേഡിയോയുടെ പോപ്പുലാരിറ്റി അന്ന് വളരെയധികം വർദ്ധിച്ചു. റേഡിയോയുടെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ പ്രഭാതഭേരിയുടെ മാത്രം പോപ്പുലാരിറ്റി അല്ല, റേഡിയോ കേൾക്കുന്ന ആളുകൾ മൊത്തം എല്ലാ പരിപാടിയും ഇപ്പോൾ കേൾക്കാൻ തുടങ്ങും. ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ഒന്നും ഈ പ്രഭാതഭേരി പ്രക്ഷേപണം ചെയ്തതുകൊണ്ട് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാൻ ആളുകൾ കൂടുമോ എന്ന് ചോദിച്ചാൽ കൂടും എന്നാണ് ഉത്തരം. കാരണം റേഡിയോ ഓൺ ചെയ്താൽ പിന്നെ ഓഫ് ചെയ്യില്ലായിരുന്നു. പ്രഭാതഭേരിക്ക് വേണ്ടി റേഡിയോ ഓൺ ചെയ്യും. അതിൻ്റെ ആ ഒരു രസത്തിന് അവർ റേഡിയോ കീപ് ഇറ്റ് സ്വിച്ച്ഡ് ഓൺ ഓൾവേസ്. അപ്പോൾ എന്തുണ്ടാവും, അതിനുശേഷമുള്ള പരിപാടികളും കേൾക്കും. അപ്പോൾ എല്ലാ പരിപാടികളുടെ ലിസണിങ്ങും വർദ്ധിക്കാൻ ഇത് സഹായിച്ചു. അതാണ് സംഭവിച്ചത്. ആ പ്രഭാതഭേരി ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കമായിട്ടൊരു ട്യൂൺ കേൾക്കാം. ഞങ്ങൾ അതിനെ സിഗ്നേച്ചർ ട്യൂൺ എന്നാണ് വിളിക്കുക. അതായത് ഒരു വ്യക്തിക്ക് ഒരു കയ്യൊപ്പുള്ള പോലെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ളൊരു കയ്യൊപ്പ് ഒരു ട്യൂണായിട്ട് മാറും. ആകാശവാണിക്ക് മൊത്തമായിട്ടൊരു സിഗ്നേച്ചർ ട്യൂണുണ്ട്. ആകാശവാണി എന്ന ഓരോ ദിവസവും ആരംഭിക്കുന്നത് ആ സിഗ്നേച്ചർ ട്യൂണോട് കൂടിയിട്ടാണ്. നേരെ മറിച്ച് ഓരോ പരിപാടിക്കും വ്യത്യസ്തമായിട്ട് അതിൻ്റേതായിട്ട് സിഗ്നേച്ചർ ട്യൂണുണ്ട്. ഇവിടെ പ്രഭാതഭേരിയെ സംബന്ധിച്ചിടത്തോളം ആ സിഗ്നേച്ചർ ട്യൂണ് കമ്പോസ് ചെയ്തത് പ്രശസ്ത സംഗീത സംവിധായകനായ MG രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരം ആകാശവാണിയിലെ മ്യൂസിക് സ്റ്റാഫായിരുന്നു അദ്ദേഹം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആർട്ടിസ്റ്റുകളും ചേർന്നാണ് അത് ചെയ്തത്. വളരെ ലളിതമായിട്ടൊരു ട്യൂണാണ്, പക്ഷേ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ തറയ്ക്കുന്ന ഒരു ട്യൂണാണ്. ഇതാ വരുന്നു ഒരു പരിപാടി എന്ന് നമ്മളെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കും മനസ്സുകൊണ്ട്. സോഫ്റ്റ് അല്ല, കുറച്ച് ഫാസ്റ്റ് നമ്പറാണത്. അങ്ങനെ ഒരു ട്യൂണാണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ ഹിറ്റായി, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ പരിപാടി ഉണ്ടായി. എന്ന് മാത്രമല്ല, അതിനുശേഷം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടിയുടെ ഒരു സ്പിരിറ്റ് ആ മ്യൂസിക്കിൽ അല്പം ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. എന്തായാലും അത് വളരെ ഗംഭീരമായ പരിപാടിയാണെങ്കിലും അതിന് മുമ്പുള്ള സിഗ്നേച്ചർ ട്യൂൺ ആണെങ്കിലും ആളുകളുടെ ആക്സെപ്റ്റൻസ് പെട്ടെന്ന് തന്നെ വർദ്ധിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ സ്ഥലത്ത് പോയി ഇന്റർവ്യൂസ് എടുത്ത് ആളുകളെ കണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ വാർത്താമൂല്യം ഉള്ളത് ഏതെന്ന് തിരഞ്ഞെടുത്ത്
പ്രക്ഷേപണം ചെയ്യുക എന്ന് പറയുന്നത് ഒരേ സമയം വെല്ലുവിളിയുമാണ്, അങ്ങേയറ്റം രസകരവുമാണ്. ഓരോ ദിവസവും ഞങ്ങൾക്ക് ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങൾ ഇപ്പം ഞാൻ തന്നെ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മാതൃഭൂമിയിൽ നിന്ന് ആകാശവാണിയിലേക്ക് ജോയിൻ ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയതേ ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ കാര്യമാണ്. കൊച്ചിയിലായിരുന്നു ഞാൻ പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്തിരുന്നത്. തിരുവനന്തപുരത്താണ് ഇവിടെ ആകാശവാണിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോ എന്നോട് ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ചോദിച്ചു, കൊച്ചിയിൽ എന്തെങ്കിലും നല്ല വാർത്തകൾ പ്രഭാതഭേരിയിൽ കൊടുക്കാൻ പറ്റുന്നതായിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ തലേന്ന് വരെ കൊച്ചിയിലായിരുന്നല്ലോ, അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ കുമ്പളങ്ങി എന്നൊരു ദ്വീപില് ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? ആ നാട്ടുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഒരിക്കലും ഒരു സൊല്യൂഷനും ഇല്ലാതെ കൊതുക് കടി. എന്ന് വെച്ചാൽ എന്താ ഇതിനൊക്കെ ഇത്ര വലിയ കാര്യം? കോഴിക്കോട്ടില്ലാത്ത കൊതുകുകളുണ്ടോ എന്ന് സഞ്ജയൻ ഒരു പക്ഷേ ചോദിച്ചേക്കാം. കോഴിക്കോട്ടെ കൊതുകുകളെ കുറിച്ച് ഏറ്റവും അധികം പാടിയിട്ടുള്ളത് നമ്മുടെ പഴയ സാഹിത്യകാരൻ, ഹാസ്യ സാഹിത്യകാരൻ സഞ്ജയനാണ്. പക്ഷേ കുമ്പളങ്ങി ഗ്രാമത്തിൽ പോയാൽ നിങ്ങൾക്കറിയാം, വസൂരി പിടിച്ച പോലെയാണ്. ചിക്കൻ പോക്സ് അല്ല, സ്മോൾ പോക്സ് പിടിച്ച പോലെ ആളുകളുടെ ശരീരം മുഴുവൻ കൊതുക് കടിച്ച് അവർ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച അവിടെ ചെന്നാലേ അറിയുകയുള്ളൂ. നിങ്ങൾക്കൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, കാരണം കഴിക്കുന്ന ചോറിൽ കൊതുക് വന്ന് വീഴും. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഈച്ചയല്ല, കൊതുക് വന്ന് വീഴുന്നു. ഓരോ കൊച്ചു പിഞ്ചു കുഞ്ഞിന്റെ മേല് മുഴുവൻ തടിച്ച പാടുകൾ, ഈ കൊതുക് കടിച്ച പാടുകളാണ്. ഞങ്ങൾ ആ സ്ഥലത്ത് പോയി നിരവധി പേരെ ഇന്റർവ്യൂ ചെയ്തു, ജില്ലാ കലക്ടറെ കണ്ടു. ഒരുപാട് റെമഡിയൽ മെഷേഴ്സ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഫലവത്താകുന്നില്ല. ഏതായാലും അതിനെക്കുറിച്ച് ഞങ്ങൾ 2 ദിവസം അടുപ്പിച്ച് പ്രഭാതഭേരി പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. അതിനു വേണ്ടിയിട്ട് ഞാനും ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താനും കൂടി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നു. കുറേ ഇന്റർവ്യൂസ് പലരുടെയും. ഈ പ്രഭാതഭേരി എന്ന പരിപാടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ആകെ 10 മിനിറ്റ് 11 മിനിറ്റേ അതിന്റെ ഡ്യൂറേഷൻ ഉള്ളൂ, ആകെ കൂടി സമയം. പക്ഷെ ആ 11 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ 5ഓ 8ഓ ഇന്റർവ്യൂസ് അതിൽ പ്രക്ഷേപണം ചെയ്യും. 30 സെക്കൻഡിന്റെയും 40 സെക്കൻഡിന്റെയും. ആ 40 സെക്കൻഡ് മതി, അപ്പോഴേക്കും അത് പൂർണ്ണമായിരിക്കും. അങ്ങനെ നിരവധി ആളുകളുടെ ശബ്ദവും അവരുടെ ഒപ്പീനിയൻസും മറ്റ് പത്രങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത വാർത്തകളും ഞങ്ങളതിൽ അക്കാലത്ത് പ്രക്ഷേപണം ചെയ്തു. അതിലൊന്നായിരുന്നു ഈ പറയുന്ന കുമ്പളങ്ങിയിലെ കൊതുക് ശല്യം. ഇന്ന് കൊതുക് ശല്യമായിരിക്കാം ഒരു വാർത്തയായിട്ട് മാറുന്നത്. മറ്റൊരു ദിവസം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തത് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ നേരിട്ട് ചെയ്തതാണ്, സാക്ഷരതാ പ്രഖ്യാപനത്തെക്കുറിച്ച്. കേരളത്തിൽ 100% സാക്ഷരത കിട്ടി. പ്രത്യേകിച്ച് കോട്ടയത്തായിരുന്നു അതിൻ്റെ ആദ്യത്തെ പട്ടണം. കേരളത്തിൽ സാക്ഷരത കിട്ടിയ ആദ്യത്തെ പട്ടണം കോട്ടയമായിരുന്നു. E.K. നായനാർ ഗംഭീരമായിട്ട് തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചു, ഇത് 100%. അവിടെ ഇനി ഒറ്റ ആൾ പോലും ഇല്ല നിരക്ഷരനായിട്ട്. അവിടേക്ക് ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ പോയി. അവിടെ ചെന്ന സമയത്ത് മനസ്സിലാവുന്നത് നിരവധി പേർക്ക് ഇപ്പോൾ ആ സമയത്ത് പോലും സാക്ഷരത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്തരം ആളുകളുടെ ഇന്റർവ്യൂസ് എല്ലാം പക്ഷെ എടുത്ത് ഞങ്ങളത് പിറ്റേ ദിവസം പോഡ്കാസ്റ്റ് ചെയ്തു. ആ അഭിമുഖങ്ങളിൽ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ആർക്കും എഴുതാനോ വായിക്കാനോ അറിയില്ല. വേറൊരു സ്ഥലത്ത് പക്ഷെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരിക്കാം 100% സാക്ഷരത കോട്ടയത്ത് എത്തിയെന്ന്. പക്ഷെ സത്യം അതല്ല, ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോഴും എഴുതാനോ വായിക്കാനോ അറിയില്ല എന്ന് പറയുന്ന നിരവധി ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഞങ്ങൾ ഒന്നിച്ച് കളക്ട് ചെയ്ത് അത് പിറ്റേ ദിവസം പ്രഭാതഭേരിയിൽ പ്രക്ഷേപണം ചെയ്തു. ഇത് കേട്ട് സ്വാഭാവികമായിട്ടും നിയമസഭാംഗങ്ങൾക്കും അതുപോലെ മുഖ്യമന്ത്രിക്കൊക്കെ വല്ലാതെ ദേഷ്യം പിടിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ക്ഷുഭിതനായി ആകാശവാണിയിലേക്ക് വിളിച്ചു. സ്റ്റേഷൻ ഡയറക്ടറുമായിട്ട് വഴക്കുണ്ടാക്കി. സ്റ്റേഷൻ ഡയറക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങളിത് പിൻവലിക്കുന്ന പ്രശ്നമില്ല, കാരണം ഇതാണ് സത്യം, സത്യം പറയാൻ ഞങ്ങൾക്ക് ആരോടും പേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തികഞ്ഞു നിന്നു. അവസാനം അന്ന് E.K. നായനാർ തന്നെ ആ കാര്യങ്ങൾ അന്വേഷിച്ചു, നേരിട്ട് അന്വേഷിച്ചു. കാര്യം മനസ്സിലായി, സാക്ഷരത ഈ പ്രഖ്യാപനത്തിന്റെ അടുത്തൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് പേര് ഇനിയും സാക്ഷരരാവാനുണ്ട്. എന്ന് മാത്രമല്ല, സാക്ഷരരായി എന്ന് പറയുന്ന ആളുകൾ തന്നെ കഷ്ടി 1-2 വാക്യങ്ങൾ എഴുതാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് അവർക്ക് ശരിക്കും എഴുതാനും വായിക്കാനും അറിയും എന്ന് പറയാനായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഡ്രോബാക്സ് ആ സാക്ഷരതാ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പ്രസ്ഥാനം തെറ്റാണെന്ന് ഞങ്ങൾക്കും അഭിപ്രായമില്ല, ആർക്കും അഭിപ്രായമില്ല. ആ സാക്ഷരതാ പ്രസ്ഥാനം ശരിയായിരുന്നു. പക്ഷെ വേണ്ടത്ര ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് മുമ്പേ ആ പ്രഖ്യാപനം നടന്നു എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് അതിലൊരു തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാതെ പ്രസ്ഥാനമേ തെറ്റാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, അന്നും പറയില്ല, എന്നും പറയില്ല. അത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്തായാലും കേരള ഗവൺമെന്റ് പിന്നീട് കുറെ കൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് അത് 100% എത്തുക തന്നെ ചെയ്തു. ഇല്ല എന്നും പറയുന്നില്ല. അതും E.K. നായനാർ തന്നെയാണ് ചെയ്തത്. അപ്പൊ ആകാശവാണിയുടെ അന്നത്തെ വിമർശനം എന്ന് പറയുന്നത് ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനിപ്പോൾ പറയുന്നു, ഇറ്റ് വാസ് എ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇങ്ങനെയല്ലേ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്.
നെഗറ്റീവ് ക്രിറ്റിസിസം അല്ല. ഇതിന്റെ ഉദ്ദേശം 100% എത്താത്തൊരു കാര്യത്തെ 100% തന്നെ എത്തിക്കലാണ്. ഞങ്ങൾ അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ 100% എത്താത്ത അവസ്ഥയിൽ നിലനിൽക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അതൊരിക്കലും പരിപൂർണതയിൽ എത്തുകയും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രഭാത് കരിയിൽ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഞാൻ 2013 തുടക്കത്തിലാണ് ബറോഡയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയത്. 2013 ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ, മെയ് മാസം ആയപ്പോഴേക്കും എനിക്ക് പ്രൊമോഷനോട് കൂടിയിട്ട് അഹമ്മദാബാദിലേക്ക് ട്രാൻസ്ഫർ ആയി. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ബറോഡ ഏകദേശം അടുത്ത് തന്നെയാണ്, 100-105 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും ട്രെയിനിങ് വിങ് ആയ RABM എന്ന് പറയും, റീജിയണൽ അക്കാഡമി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മൾട്ടിമീഡിയ എന്നാണ്. അതിന് ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും കീഴിലുള്ള സ്ഥാപനം തന്നെയാണത്. അതിൻ്റെ ഹെഡായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. കേരളത്തിൽ നിന്ന് തീർത്തും ഭിന്നമായ ഒരു സാംസ്കാരിക സാമൂഹിക അന്തരീക്ഷമായിരുന്നു ഗുജറാത്തിലുണ്ടായിരുന്നത്. കേരളത്തെക്കാൾ മോശമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയ കലാപത്തിൻ്റെയൊക്കെ ഓർമ്മകൾ മാത്രം എൻ്റെ മനസ്സിലുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം അവിടെ ചെന്ന സമയത്ത് വലിയ തോതിലുള്ള വികസനങ്ങൾ നടക്കുന്നു. അതേസമയം പഴയ ഗുജറാത്ത് കലാപത്തിൻ്റെ വ്രണങ്ങളൊക്കെ ഒരുവിധം മാഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിലും പോയ സമയത്ത് നമ്മൾ ഹിന്ദു മുസ്ലിം സ്പർദ്ധയെക്കുറിച്ചാണല്ലോ എല്ലാവരും ഇവിടുന്ന് കേൾക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, വളരെയധികം അടുപ്പത്തിലാണ് ഈ രണ്ട് സമൂഹങ്ങളും എന്നും എനിക്ക് മനസ്സിലായി. അതേക്കുറിച്ചുള്ള ഗുജറാത്തിനെ കുറിച്ചുള്ള പ്രചാരവേല കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങേയറ്റം വികസനം നടക്കുന്ന, ആൾക്കാർക്ക് ധാരാളം സാമ്പത്തികമായ സൗകര്യങ്ങളുള്ള, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികമുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്ത് എന്ന് മനസ്സിലായി. ഏറ്റവും എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത് അവിടുത്തെ സ്ത്രീകൾക്ക് ഓരോ വീട്ടിലും കിട്ടുന്ന പ്രാധാന്യമാണ്. ഒരു സ്ത്രീക്ക് ആ സ്ത്രീ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട്. അത് ഓരോ വീട്ടിൽ പോകുമ്പോഴും നമുക്കത് ബോധ്യപ്പെടും. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് അറിയാതെ കയറി ചെന്നാൽ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത്, നമ്മുടെ പുറത്ത് കൈ കെട്ടിയിട്ട് സംസാരിക്കുന്നത് സ്ത്രീയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ പുറത്ത് കൈ തട്ടിയിട്ട് സംസാരിക്കാൻ പറ്റും? അവിടെ റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വിലപേശുന്നത് സ്ത്രീകളാണ്. വിലപേശിയ സ്ത്രീകൾ കൃത്യമായിട്ട് വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുന്നത് മാത്രമല്ല, ഷോപ്പ് കീപ്പേഴ്സിനോട് പോലും അവർക്ക് വളരെ സ്വതന്ത്രമായിട്ട് പെരുമാറാൻ പറ്റും. അർദ്ധരാത്രി പോലും സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ബറോഡയിൽ സാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ അവിടെയുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിനേക്കാൾ എല്ലാ കാര്യത്തിലും ഗുജറാത്ത് മുകളിലാണ് എന്നല്ല, ചില കാര്യങ്ങളിൽ കേരളമാണ് മുകളിൽ. ഹെൽത്ത് കെയർ ഫോർ ഇൻസ്റ്റൻസ്, ആരോഗ്യ സംരക്ഷണം, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കേരളമാണ് മുകളിൽ. ദൂരദേശത്തേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ, അതായത് റോഡുകൾ, അത് ഗുജറാത്തിലാണ് കൂടുതൽ. അങ്ങനെ രണ്ട് സ്ഥലത്തിലും അതിൻ്റെതായിട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഞാൻ ഈ അഭിമുഖം തുടങ്ങുന്ന സമയത്തെ പറഞ്ഞില്ല, എനിക്കൊരു അധ്യാപകനാകാനായിരുന്നു ആഗ്രഹം. അത് ഭാഗ്യവശാൽ എനിക്ക് നിറവേറാൻ സാധിച്ചത് അന്നത്തെ RABM-ലെ ആ ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ജോലി ചെയ്ത സമയത്താണ്. കുറച്ച് ക്ലാസ്സുകളൊക്കെ എനിക്കും എടുക്കാൻ പറ്റിയിട്ടുണ്ടായി എൻ്റേതായിട്ടുള്ള വിഷയത്തിൽ. ഏതായാലും നല്ലൊരു കാലമായി. ഞാൻ അവിടെ ചെന്ന സമയത്ത് മനസ്സിലാകുന്നത് അതൊരു ചത്തുപോയ അല്ലെങ്കിൽ ചത്തു കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ മുകളിൽ ഞാൻ എത്തിയതല്ലേ, അവിടെ നല്ല ട്രെയിനിങ് സെന്ററാക്കി മാറ്റണം. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്തിന് ഒന്നും ഇതുവരെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ കയറി, അവിടെ ചാർജ് എടുത്ത ശേഷം അവിടെ നല്ല ട്രെയിനിങ്സ് ആകാശവാണിക്കും ദൂരദർശനും വേണ്ടിയിട്ട്, ആകാശവാണിയുടെ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് ഉള്ള ട്രെയിനിങ് ആരംഭിച്ചു. ഭാഗ്യവശാൽ എന്ന് തന്നെ പറയട്ടെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അഹമ്മദാബാദിൽ ടോപ്പ് ഇന്റലക്ച്വൽസ് താമസിക്കുന്ന സ്ഥലമാണ്. അഹമ്മദാബാദ് വരെ ഗുജറാത്തിലെ സമീപ പ്രദേശമായ ബറോഡയും അതെ. ടോപ്പ് ഇന്റലക്ച്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല കേരളത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇന്റലക്ച്വൽ ഡെപ്ത് ഉള്ള മനുഷ്യർ അവിടെ ഉണ്ടെന്നുള്ളത്. കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും ഡെപ്ത് ഉള്ള ആളുകൾ. അങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവരുടെയൊക്കെ സേവനം ആകാശവാണിക്കും ഈ സ്ഥാപനത്തിനും വേണ്ടി കിട്ടുമോ എന്ന് ഞാൻ നോക്കി. അവർക്ക് എളുപ്പത്തിൽ ആകാശവാണിക്ക് വരികയുണ്ടായി ഞങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, നമുക്കറിയാലോ IIM-ലെ ഏറ്റവും നല്ല, ഇന്ത്യയിലെ നമ്പർ 1 IIM ഏതാണെന്ന് വെച്ചാൽ അത് IIM അഹമ്മദാബാദാണ്. അവിടുത്തെ ആൾക്കാർ, IIT ഗാന്ധിനഗർ, അവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസേഴ്സ്, അതിലേറെ വിസിറ്റിംഗ് പ്രൊഫസേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ക്ലാസ് എടുക്കാൻ വരികയുണ്ടായി. അപ്പോൾ ഒരിക്കൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്കറിയില്ലല്ലോ ആളുകളെയൊന്നും, കാരണം ബറോഡയും അഹമ്മദാബാദും എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ ഈ ഡിജിറ്റൽ ഇക്കോണമി ഇന്ത്യയിൽ പ്രാവർത്തികമാകുന്ന ഒരു സമയമായിരുന്നു അത്.
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ എക്കോണമി ഒക്കെ വരികയാണ്. അപ്പൊ ഡിജിറ്റൽ എക്കോണമിയെ കുറിച്ച് സ്വാഭാവികമായിട്ടും അതിനെ പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു ചുമതല ആകാശവാണിക്കും ദൂരദർശനുണ്ട്. ഞങ്ങൾ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ഡിജിറ്റൽ എക്കോണമിയുടെ രീതികൾ എന്ന് ഞങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ വിഷയത്തിൽ ഒരു ട്രെയിനിങ് നടത്താം, ഒരു 1 വീക്ക് ട്രെയിനിങ് നടത്താം, പ്രഗത്ഭരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരെ വിളിക്കാം എന്ന് ഞാൻ കരുതി. അങ്ങനെ ആരെ വിളിക്കണം എന്നൊരു ചോദ്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച സമയത്ത് ഒരാൾ ഡോക്ടർ അലഗ് എന്നൊരു പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറഞ്ഞു. എനിക്ക് ആരാണ് ഡോക്ടർ അലഗ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തായാലും അതേപോലെ ടെലിഫോണിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ഡോക്ടർ അലഗാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ആകാശവാണിയുടെ ട്രെയിനിങ് വിങ്ങിൽ നിന്നാണ്. എനിക്ക് ഇങ്ങനെ ഈ വിഷയത്തിൽ ഡിജിറ്റൽ എക്കോണമി എന്ന വിഷയത്തിൽ എനിക്കൊരു ട്രെയിനിങ് ഇവിടെ നടത്തണമെന്നുണ്ട്. അതിൽ ഒരു ക്ലാസ്, പ്രധാനപ്പെട്ട ക്ലാസ് എന്ന് വെച്ചാൽ അതിന്റെ ഇനോഗ്രൽ അഡ്രസ്സ് തന്നെ താങ്കൾ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് പോലും ഡോക്ടർ അലഗ് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ആ ഫോൺ വിളിക്കുന്ന സമയത്ത് പോലും എനിക്കറിയില്ല ആരാണ് ഡോക്ടർ അലഗ് എന്ന്. എന്തായാലും അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ എന്നോട്, ഞാൻ കുറച്ച് വയസ്സായിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് മുകൾ നിലയിലേക്ക് വരാൻ പറ്റില്ല. ആകാശവാണിയുടെ ട്രെയിനിങ് നടക്കുന്ന മുകൾ നിലയിലാണെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കോണി വരാൻ പറ്റില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് താഴത്തെ നിലയിൽ വെച്ചിട്ടാണ് ക്ലാസ് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരാം. ഞാൻ പറഞ്ഞു അതിനൊരു വിഷമമില്ല, നിങ്ങൾക്ക് സ്റ്റുഡിയോകളൊക്കെ ഉള്ള താഴത്തെ നിലയിലാണ്, താങ്കൾക്ക് ഉള്ള ആ ക്ലാസ് നമുക്ക് സ്റ്റുഡിയോയിൽ വെച്ച് നടത്താം. അത് നല്ല വലിയ ക്ലാസ് ആണ്. സത്യത്തിൽ നിങ്ങളുടെ ട്രെയിനിങ് ഹാളിനേക്കാൾ വലുതാണ് അവിടുത്തെ സ്റ്റുഡിയോ. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയാസവുമില്ല, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു, ആരാണ് ഈ ഡോക്ടർ അലഗ് എന്ന് അറിയാനില്ല. ഞാൻ ഈ വരാൻ പോകുന്ന മനുഷ്യനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നോക്കുന്ന സമയത്ത് അദ്ദേഹം മുമ്പത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. ഹി വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയിരുന്നു ഈ ഡോക്ടർ അലഗ്. എന്ന് മാത്രമല്ല, അദ്ദേഹം JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അതും കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം വെച്ചാൽ അദ്ദേഹം ഹി വാസ് പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് ഇൻ ദി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, where his two colleagues were Nobel laureates. അങ്ങനെയുള്ള ഒരു ഭീകരനാണ്. ഹി ഹാഡ് വൺ ദിസ് പെർട്ടിക്കുലർ അലഗ് പത്മശ്രീ കിട്ടിയിട്ടുള്ള ആളാണ്. ഇക്കണോമിക്സിൽ പത്മശ്രീ കിട്ടിയിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇന്ത്യയിൽ. അതിലൊരാളാണ് ഈ ഡോക്ടർ അലഗ്. അപ്പൊ അങ്ങനെയുള്ള മഹാരഥന്മാർക്ക് ആതിഥ്യം അരുളാൻ വേണ്ടിയിട്ട് അക്കാലത്ത് എൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ എനിക്ക് സാധിച്ചു. അത് വാസ്തവത്തിൽ എൻ്റെ ഒരു ഗുണം കൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയില്ല. ആകാശവാണിയുടെ ഒരു അഡ്രസ്സ് തന്നെയാണ് അതിന് കാരണം. ആകാശവാണിയിലേക്ക് ആരെ വിളിച്ചാലും വരും എന്നൊരു ഗുണമുണ്ട്. രണ്ടാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം വലിയ ആളുകളെയല്ല പലപ്പോഴും ആളുകൾ ക്ഷണിക്കുന്നത്, താരമൂല്യമുള്ള ആളുകളെയാണ്. ഇപ്പൊ നേരത്തെ വേണു പറഞ്ഞില്ലേ, താരമൂല്യമല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എനിക്കും എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. താരമൂല്യത്തെക്കാൾ അധികം പാണ്ഡിത്യവും മറ്റു ഗുണങ്ങളുമാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ട് അവരെ വിളിച്ച സമയത്ത് അവരെ ആരും വിളിക്കാനില്ല. ഡോക്ടർ അലഗ് എന്ന് പറഞ്ഞ ഒരു പേര് ആര് കേട്ടിട്ടുണ്ട്? പക്ഷെ ഇത്രയും മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പിന്നീട് മനസ്സിലായത്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ ഗണേഷ് ദേവി. അദ്ദേഹം ഒരു ദിവസം ആകാശവാണിയിലെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി വന്നു. അത് ബറോഡയിൽ വെച്ചിട്ട് പ്രഭാഷണത്തിന് വേണ്ടി വന്ന സമയത്ത് ഒരു വയസ്സായിട്ടൊരു മനുഷ്യൻ, ഒരു അത്ര അധികം വിവരമൊന്നുമില്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നിരുന്നു. ഞാനായിരുന്നു ഒന്ന് പ്രോഗ്രാം ഹെഡ്. എൻ്റെ മുമ്പിൽ വന്നിരുന്നു. തൊട്ടടുത്ത് ഒരു അപ്പൊ ആ സമയത്തും ആരുമില്ല കൂടെ. എന്നോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു. എൻ്റെ കൂടെ എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, കൊച്ചുകുട്ടിയാണ്. അവനൊന്ന് ആകാശവാണിയുടെ ഉള്ളിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവൻ പുറത്ത് നിൽക്കുകയാണ്, വെയിലത്ത് നിൽക്കുകയാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ ഇതുവരെ കണ്ടിട്ടില്ല ആകാശവാണി, കൊച്ചുകുട്ടിയാണ്. ഞാൻ പറഞ്ഞ എന്താ വിഷമം? ഉടനെ ഉള്ളിലേക്ക് വരുത്തു. നമുക്ക് ഉള്ളിൽ വന്നിട്ട് ചായയോ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാം. ഉള്ളിലെ സ്റ്റുഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാൻ സന്തോഷമുള്ള കാര്യമില്ല. ഒരു കൊച്ചുകുട്ടിക്ക് ആകാശവാണി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അപരാധമൊന്നുമല്ലല്ലോ. സെക്യൂരിറ്റി ത്രെട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. വരുമെന്ന് പറഞ്ഞു. എന്തായാലും ഉള്ളിലേക്ക് വന്നു. ആ കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമുള്ള സംഭാഷണത്തിലാണ് ആരാണ് ഗണേഷ് ദേവി എന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ലിംഗ്വിസ്റ്റാണ് അദ്ദേഹം. ഒന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് സെമിയോട്ടിക്സിനെ കുറിച്ചൊരു പുസ്തകമാണ്. പെട്ടെന്ന് അത് കണ്ടത് എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് സെമിയോട്ടിക്സ്. ഈ പറഞ്ഞ പോലെ ഒരു പൊങ്ങച്ചൻ ഞാൻ പറഞ്ഞു, ഇത് എനിക്കും ഇഷ്ടമുള്ള വിഷയമാണ്. ആ പൊങ്ങച്ചൻ മതിയായിരുന്നു, വലിയ പൊങ്ങച്ചാണ് അവിടെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആരാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു 10 സെമിയോട്ടിഷ്യൻസിന് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് അയാൾ. അദ്ദേഹം ഒരിക്കൽ ഇവിടെ ഇറ്റലിയിൽ വെച്ചിട്ട് അദ്ദേഹം എടുത്ത ഒരു ക്ലാസ്സില് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായിരുന്നു ജാക്ക് വെറുതെയൊക്കെയാണ് ഞാനിവിടെ ഇങ്ങനെ പൂട്ട് പൂജിച്ച് ബുദ്ധിമുട്ടി പഠിക്കുന്നത്.
ആ ദറിതയും ആ പോൾ ദ മാനും അതുപോലുള്ള വ്യക്തികളും ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളായിട്ട് മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് മുമ്പിൽ ഓഡിയൻസിൽ അദ്ദേഹം ഇരിക്കുന്ന ഡെറിഡയൊക്കെയാണ്. ഞാൻ വെറുതെ ഒരു ചോദ്യം ആ സമയത്ത്, അപ്പൊ ഡെറിഡയൊക്കെ അറിയാമല്ലേ എന്നുവെച്ചാൽ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പുസ്തകം വായിക്കില്ല, ദി ഓഡിയൻസ് വെർ ഐ സ്പോക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. അപ്പൊ ഹി വാസ് സച്ച് എ ലിംഗ്വിസ്റ്റ് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ നമ്മൾ ഈ 22 ഭാഷ എന്നൊക്കെ പറയും ഔദ്യോഗിക ഭാഷകൾ, ഈ ഹിന്ദി അടക്കം അല്ലെങ്കിൽ മലയാളം അടക്കമുള്ള 22 ഭാഷ. അതുകൂടാതെ ഡയലക്ട്സും ഏറി വന്നാൽ നമുക്കൊരു 50 എന്ന് അറിയാം. ഇന്ത്യയിലെ 800-ലേറെ ഭാഷകളെ, കൊച്ചു കൊച്ചു ഭാഷകളെ, കേരളത്തിൽ പോലും 22 ഭാഷയുണ്ട് അത്രേ. ഈ കൊച്ചു കൊച്ചു ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു ഭാഷകളുണ്ട്. ഈ 800 ചില്ലാനം ഭാഷകളെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് ഒരു വലിയ വോളിയം ഇറക്കിയിട്ടുണ്ട് ഈ ഗണേഷ് ദേവിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടിയിട്ട്, അതായത് സ്റ്റുഡൻസും കൂടിയിട്ട്. 35,000 പേജുകളാണ് അതിനുള്ളത്. 35,000 പേജുകളുള്ള വലിയൊരു പഠനം, പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ എന്നാണ് അതിനെ പറയുന്നത്. ആ വലിയ പരിശ്രമത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുകയുണ്ടായി. അങ്ങനെ ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകത്തിൽ തന്നെയുണ്ട ലിംഗ്വിസ്റ്റുകളിലും സിമിയോട്ടിഷ്യൻസിലും 1-ാം നമ്പർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഗണേഷ് ദേവി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ വ്യക്തികൾ, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഡോക്ടർ അലഗന്റെയും ഗണേഷ് ദേവിയുടെയും പെട്ടെന്ന് മനസ്സിൽ വന്ന ഉദാഹരണങ്ങളാണ്. അങ്ങനെയുള്ള വലിയ വലിയ ഇന്റലക്ച്വൽസ്, അത്രയും വലിയ ഇന്റലക്ച്വൽസിനെ സത്യത്തിൽ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. ആ ഒരു ഡെപ്തുള്ള അവരുമായിട്ടൊരു അഭിമുഖങ്ങൾ ഉണ്ടാക്കാനും അവരുടെ ക്ലാസ്സുകൾ ഈ RIBM വേണ്ടി കിട്ടാനും എനിക്ക് സാധിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ആളുകളൊന്നും താരമൂല്യമുള്ള ആളുകളായിരുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ്. പിന്നെ ആകാശവാണിയുടെ ഒരു എന്താ പറയുക, ഒരു അഡ്രസ്, അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. കാരണം ഐ വാസ് എ നോബഡി, എസ്പെഷ്യലി ഇൻ ഗുജറാത്ത് ഞാൻ ആരുമില്ല. പക്ഷെ എന്നിട്ട് അവർ വന്നല്ലോ. അപ്പൊ ഞാൻ വിളിച്ചിട്ടല്ല, ആകാശവാണിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടാണ് എന്ന് ഉറപ്പാണല്ലോ. എന്തായാലും അവർ വന്നു, അവരുടെ ക്ലാസ്സുകൾ അതിഗംഭീരമായി എന്ന് മാത്രമല്ല, ആ കാലത്ത് നിരവധി സർവകലാശാലകൾ ഞങ്ങളുടെ RIBM എന്ന സ്ഥാപനത്തിൽ വന്ന് ആകാശവാണിക്ക് വേണ്ടി റിസർച്ചുകൾ നടത്താൻ തുടങ്ങി. പല MPhil തീസിസുകളും അക്കാലത്ത് ആകാശവാണിയെക്കുറിച്ചും റേഡിയോയെക്കുറിച്ചുമായിരുന്നു. ആ ഒരു മാറ്റം വരുത്താൻ സാധിച്ചത് ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. കേരളത്തിലെ സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്ക് അല്പം ക്ഷാമമുണ്ട്. പ്രത്യേകിച്ചും ക്രിക്കറ്റും ഫുട്ബോളും ഒഴികെ ഉള്ള സ്പോർട്സിനെ കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത്ര അധികമില്ല. ഞാനാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ ടെന്നീസും അതുപോലെ ബാഡ്മിന്റനും ചെസ്സുമാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ എനിക്ക് മറ്റ് പല സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പണ്ട് തൊട്ടേ എനിക്കറിയാം. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാനിത് വളരെയധികം പിന്തുടരുന്ന 3 സ്പോർട്സ് രംഗങ്ങളാണ്: ചെസ്, ഫുട്ബോൾ, ടെന്നീസ്, ബാഡ്മിന്റൺ. അപ്പോൾ അതിന് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ട്. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് 1990കളുടെ തുടക്കത്തിലാണ് കോഴിക്കോട്ട് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് അതിന് മുമ്പ് നടന്ന സ്ഥലങ്ങൾ ലണ്ടനും ഫ്രാൻസിലെ പാരീസും അതുപോലെ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനും ഒക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നടന്നിരുന്ന, ലോക നഗരങ്ങളിൽ മാത്രം നടന്നിരുന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ്, അതായത് 40-45 രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരാണ് പങ്കെടുക്കുന്നത്, ജൂനിയർ കളിക്കാരാണ് പങ്കെടുക്കുന്നത്, അവിടുത്തെ ഏറ്റവും നല്ല കളിക്കാർ. അത്തരം ഒരു ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ വന്നു. ആ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് വിശ്വനാഥൻ ആനന്ദായിരുന്നു. അപ്പൊ ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ ജോലി ചെയ്ത് കോഴിക്കോട്ട് എത്തിയ കാലം എന്ന് മാത്രമല്ല, പത്രപ്രവർത്തനത്തിൽ മിനിഞ്ഞാന്ന് മാത്രം ജോലി ചെയ്തിരുന്ന മാതൃഭൂമിയെ കുറിച്ചുള്ള ഓർമ്മകളും എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മാതൃഭൂമിക്കും അല്ലെങ്കിൽ മറ്റു പത്രങ്ങൾക്കും ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ചെയ്യണമെന്നൊരാഗ്രഹം ഇവിടെ കോഴിക്കോട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഒരു തവണ വിശ്വനാഥൻ ആനന്ദ് എവിടെയാണ് നിൽക്കുന്നത് നോക്കുന്ന സമയത്ത് വിശ്വനാഥൻ ആനന്ദ് ഒരു ഹോട്ടൽ റൂമിലാണ് താമസിക്കുന്നത്. വിശ്വനാഥൻ ആനന്ദിനെ ഇന്റർവ്യൂ ചെയ്യണം എന്നൊരു മോഹിക്കാൻ വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒന്ന് പോയി കണ്ടാലോ. അപ്പൊ സത്യം പറഞ്ഞാൽ വിശ്വനാഥൻ ആനന്ദിനെ നമുക്കൊരു ഇന്റർവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, എന്നാലേ അദ്ദേഹം സമ്മതിക്കുകയുള്ളൂ. അതുതന്നെ ഒരുപാട് ക്ലേശമുണ്ട്. ഇപ്പൊ നമുക്ക് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ ഒരുപാട് ആളുകൾ ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചിട്ട് ഇവിടെ എത്തിയിട്ടില്ലല്ലോ. എന്നപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിനെ പോലത്തെ ഒരു വലിയ ഫിഗറിനെ കിട്ടാൻ എളുപ്പമല്ല, മാസങ്ങൾക്ക് മുമ്പേ എടുക്കണം. ഞാനാണെങ്കിൽ ഹോട്ടൽ റൂമിന്റെ, അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലൂടെ മലബാർ പാലസ് ഹോട്ടലിന്റെ അടുത്ത് കൂടെ നടക്കുമ്പോൾ എന്റെ കയ്യിൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, UPTR എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭാരമേറിയ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. ഞാനൊന്ന് ആലോചിച്ചു,
വിശ്വനാഥൻ ആനന്ദിനെ കയറി ഇന്റർവ്യൂ ചെയ്താലോ? എന്റെ പൊട്ടത്തരം കൊണ്ട് ആലോചിച്ചു പോയതാണ്. കാരണം എന്താ വെച്ചാൽ സത്യത്തിൽ ഇത്തരം വലിയ ആളുകളെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പ് നടത്തണം, അദ്ദേഹത്തിനുമായിട്ട് സമ്മതപത്രം വാങ്ങിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹോട്ടൽ ഉള്ളിൽ കയറിയിട്ട് ഞാൻ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു, വിശ്വനാഥൻ ആനന്ദ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു, ഞാൻ ആകാശവാണിയിൽ നിന്നാണ് വരുന്നത്, എനിക്കൊരു ഇന്റർവ്യൂ വേണമെന്നുണ്ടെന്ന്. അപ്പോൾ വളരെ ടഫായിട്ട് എന്നെ നോക്കി അവിടുത്തെ ഒരു ലേഡി റിസപ്ഷനിസ്റ്റ്. ഡു യു ഹാവ് എ പ്രയർ അപ്പോയിന്റ്മെന്റ് വിത്ത് ഹിം? ഞാൻ പറഞ്ഞു, നോ, ഐ ഡോണ്ട് ഹാവ് എനി അപ്പോയിന്റ്മെന്റ് വിത്ത് ഹിം. സോ ഹൗ ഡു യു എക്സ്പെക്ട് യു ടു ബി ഇന്റർവ്യൂഡ്, യു ടു ഇന്റർവ്യൂ വിശ്വനാഥൻ ആനന്ദ്? ഞാൻ പറഞ്ഞു, ദർ ഇസ് നോ ലിമിറ്റ് ഇൻ ഹോപ്പിംഗ് ഫോർ ഇറ്റ്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കാലോ, പ്രതീക്ഷിക്കാൻ ആർക്കും ഒരു ചെലവുമില്ല. ഐ ക്യാൻ ഓൾവേസ് ഹോപ്പ് ഫോർ ഇറ്റ്. എന്തായാലും ഭാഗ്യവശാൽ വിശ്വനാഥൻ ആനന്ദിനെ ഇദ്ദേഹം ഈ റിസപ്ഷനിസ്റ്റ് ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ആകാശവാണിയിൽ നിന്നൊരു കോട്ടച്ചാര് വന്നിട്ടുണ്ട്, യാതൊരു വിവരമില്ല എന്നാണ് തോന്നുന്നത്, ഈ നേരത്തെ കൂട്ടി ഒരു അപ്പോയിന്റ്മെന്റും ഇല്ല, എന്നിട്ടും ഒരു ഇന്റർവ്യൂ വേണമെന്നാണ് പറയുന്നത്, ആകാശവാണിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഉത്തരം, ഓ ഇസ് ഹി ഫ്രം ആകാശവാണി? അപ്പൊ യെസ്, പ്ലീസ് ആസ്ക് ഹിം ടു കം ടു മൈ റൂം. അവിടെ അവസാനിച്ചു. റിസപ്ഷനിസ്റ്റ് വായ പൊളിച്ചു നോക്കി. എന്റെ ഗുണമല്ല, ആകാശവാണിയുടെ സ്ഥാപനത്തിന്റെ ഗുണമാണത്. എന്നെ അയാൾക്കൊരു പരിചയമില്ല വിശ്വനാഥൻ ആനന്ദ്. ഞാൻ ആ സമയത്ത് ഒരു ഗൗരവത്തോടെ ഒരു നോട്ടം റിസപ്ഷനിസ്റ്റിനെ കാണിച്ചു കൊടുത്തു. എന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായി ആ സമയത്ത്. ശരി, ഇതൊക്കെയാണ് ആകാശവാണിക്ക് ചെയ്യാൻ പറ്റുക, അത് എനിക്ക് പറ്റിയില്ലെങ്കിൽ ആകാശവാണിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരെ ലിഫ്റ്റിൽ കയറി, അദ്ദേഹം 7ാം നിലയിലോ മറ്റാണ് താമസിക്കുന്നത്. ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, ഞാൻ ഒരു ക്വസ്റ്റ്യനും പ്ലാൻ ചെയ്തിട്ടില്ല. ഇങ്ങനോട് വിത്തിൻ 2 minutes ഐ വിൽ ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ, അതായത് വിശ്വനാഥൻ ആനന്ദിനെ ആട്ടി ഓടിക്കുന്നതല്ലേ ഞാൻ വിചാരിച്ചത്. ഈ ആട്ടി ഓടിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് മടങ്ങും. ഒരു ചായ കുടിച്ചിട്ട് ഹോട്ടലിലേക്കാണല്ലോ പോയത്, അവിടുന്ന് ഒരു ചായ കുടിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നില്ല. ലിഫ്റ്റിലെത്തിയപ്പോഴാണ് അമ്പരപ്പ് മനസ്സിലായത്, എന്തെങ്കിലും ചോദിക്കണ്ടേ ഈ വിദ്വാനോട്? ഒരു 15 മിനിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം ചോദിക്കണം? എന്തായാലും വിശ്വനാഥൻ ആനന്ദിന്റെ അതുവരെയുള്ള എല്ലാ കളികളും ഞാൻ ബോർഡിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയൊക്കെ ഭംഗിയായിട്ട് അറിയാം. എല്ലാ കളികളും വിശ്വനാഥൻ ആനന്ദ് എന്തൊക്കെ ചെസ്സിൽ കളിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ ബോർഡിൽ വെച്ച് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചെസ്സിന്റെ പിന്നാലെ നടക്കുന്ന ഒരു പ്രാന്തനായിരുന്നു കുട്ടിക്കാലം തൊട്ടേ. അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് ആ ലിഫ്റ്റിൽ വെച്ച് ഒരു 4-5 ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ വന്നു ചോദിച്ചേക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലെത്തി. അദ്ദേഹം വളരെ സൗമനസ്യത്തോടെ എന്നോട് സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പൊ വേണു എന്നോട് ഇരിക്കാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ റൂമിലെ സോഫയിൽ എന്നെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് ആനന്ദ് പറഞ്ഞു, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ, എനിക്ക് ചെറിയൊരു പണിയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ആ മുറിയിൽ തന്നെ മൂലയ്ക്ക് എന്തോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ പിൻവശമാണ് എനിക്ക് കാണുന്നത്. എന്തോ ചെയ്യുന്നുണ്ട്, ചെറിയൊരു ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ 2 മിനിറ്റൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറയും, വെയിറ്റ് ഫോർ 1 more minute എന്ന് പറയും. കാര്യം എന്താ വെച്ചാൽ ഹി വാസ് പ്രിപ്പയറിംഗ് എ കപ്പ് ഓഫ് കോഫി ഫോർ മീ. ഒരു കപ്പ് കാപ്പി അദ്ദേഹം എനിക്ക് ഉണ്ടാക്കി തരും. ഞാൻ ജീവിതത്തിൽ കുടിച്ച ഏറ്റവും വിലപിടിച്ച കാപ്പി ഏതാണെന്ന് ചോദിച്ചാൽ അന്ന് വിശ്വനാഥൻ ആനന്ദ് ഉണ്ടാക്കി തന്ന കാപ്പിയാണ്. ഈ കാപ്പി എനിക്ക് തന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, കുടിച്ചു നോക്കൂ, സുഖട്ടോ നോക്കൂ എന്ന് പറഞ്ഞ് കാപ്പി കുടിച്ചു. എന്നിട്ടാണ് ഇന്റർവ്യൂ. ആ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഒറ്റ ചോദ്യം മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ബാക്കി എന്തും നിങ്ങൾക്ക് ചോദിക്കാം. ആ ചോദ്യത്തിന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി കിട്ടില്ല, ഞാൻ മറുപടി പറയില്ല. ഞാൻ ചോദിച്ചു, ഏത് ചോദ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതിന്റെ സെമി ഫൈനലിൽ ആർദർ യൂസുപ്പോവ് എന്ന സോവിയറ്റ് ചാമ്പ്യനുമായിട്ടാണ്, സോവിയറ്റ് കളിക്കാരനുമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ആർദർ യൂസുപ്പോവുമായിട്ട് കളിക്കുന്ന സമയത്ത് ഏത് നീക്കങ്ങളാണ് നീക്കാൻ പോകുന്നത് എന്ന് എന്നോട് ചോദിക്കരുത്. അതെന്റെ ട്രേഡ് സീക്രട്ടാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങേര് അത് പ്രിപ്പയർ ചെയ്തിട്ട് എന്നെ തോൽപ്പിക്കാൻ വരും. അത് മാത്രം ചോദിക്കരുത്, ബാക്കി നിങ്ങൾ എന്തും ചോദിച്ചോ. ഞാൻ പറഞ്ഞു, സമ്മതിച്ചു. അത് ചോദിക്കുന്നില്ല. ആർദർ യൂസുപ്പോവ് ആണെന്നുള്ളത് എനിക്കും അറിയാം, കളിക്കാൻ പോകുന്ന ആള്. എന്തായാലും അതിഗംഭീരമായിട്ടൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ 2 തവണ വിശ്വനാഥൻ ആനന്ദിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒന്ന് അതിന് മുമ്പ് എനിക്ക് ഇന്റർവ്യൂ, അന്ന് കൊച്ചുകുട്ടിയാണ് വിശ്വനാഥൻ ആനന്ദ്, അതായത് അമ്മയുടെ കൂടെ നടക്കുന്ന ഒരു കൊച്ചുകുട്ടി. അന്നും ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നൊരു കാലമാണ്, കൊച്ചുകുട്ടിയായിട്ട് ഇരിക്കുന്നൊരു കാലം. അന്നും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് വിശ്വനാഥൻ ആനന്ദിന്റെ അമ്മയാണ് എന്നോടൊരു സ്വകാര്യം പറഞ്ഞത്, ഈ നിങ്ങളോട് സംസാരിക്കുന്ന വിശ്വനാഥൻ ആനന്ദ് ഉണ്ടല്ലോ, അതൊന്നുമല്ല ശരിയായ വിശ്വനാഥൻ ആനന്ദ്. ഒരു കളി കളിച്ച് തോറ്റു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് നിലവിളിക്കുന്ന വിശ്വനാഥൻ ആനന്ദിനെ ആണ് എനിക്കറിയുക. ആ വിശ്വനാഥൻ ആനന്ദിനെ പുറത്തു തട്ടി സന്തോഷിപ്പിച്ച് സ്നേഹിച്ച് അവന് കോൺഫിഡൻസ് തിരിച്ചു കൊടുക്കുന്നതൊക്കെ ഞാനാണ്. അപ്പൊ സത്യത്തിൽ ഞാനാണ് കേട്ടോ അവന്റെ ഒന്നാമത്തെ ഗുരു, അക്കാര്യം പറയണം കേട്ടോ എന്ന് അമ്മ എന്നോട് പറയുകയുണ്ടായി. അത് കേട്ടുകൊണ്ട് ഒരു വലിച്ചു ചിരിയോടെ വിശ്വനാഥൻ ആനന്ദ് എന്നെ നോക്കി ചിരിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്.
ഈ രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ ഞാനത് അതിനെ ഓർമ്മിപ്പിച്ചു. ഞാനിത് ഒന്നാമത്തെ തവണയല്ല കാണുന്നത്, നിങ്ങളെ രണ്ടാമത്തെ തവണയാണ്. പക്ഷെ രണ്ടാമത്തെ തവണ വന്നപ്പോഴേക്കും അദ്ദേഹം വളരെ മെച്ചുവേർഡ് ആയിട്ട് ഒരാളായിരിക്കുന്നു. ഇന്ന് നമ്മൾ അറിയുന്ന വിശ്വനാഥാനന്ദൻ ഉണ്ടല്ലോ, അതായത് ഏറ്റവും ബൗദ്ധികമായിട്ട് മുകളിലായ പെരുമാറ്റം കൊണ്ട് ഇതുപോലെ നല്ലൊരു പെരുമാറ്റം അറിയുന്ന ഒരാളെ ഞാൻ സ്പോർട്സ് രംഗത്ത് കണ്ടിട്ടില്ല. അത്ര നല്ല പെരുമാറ്റം, ആളുകളോടുള്ള പെരുമാറ്റം, പിന്നെ സംസാരിക്കുന്ന സമയത്തുള്ള ബുദ്ധിപൂർവമായ ഉത്തരം. ചെസ്സിൽ അദ്ദേഹം കാണിക്കുന്ന ബുദ്ധിയല്ല, മറിച്ച് വിസ്ഡം എന്ന് നമ്മൾ പറയില്ലേ, ആ ബുദ്ധി അദ്ദേഹം കാണിക്കുന്നു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത്രയും കാലം അതിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രം എനിക്ക് വിശ്വനാഥനാനന്ദന്റെ അടുത്തുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു 4-5 ഇന്റർവ്യൂകളിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ആനന്ദുമായിട്ടുള്ള ഈ ഇന്റർവ്യൂ ആണ്. എന്തോ ഒരു കാരണവശാൽ ഞാൻ സാഹിത്യ വിമർശന രംഗത്തേക്കും വന്നു. അത് വാസ്തവത്തിൽ ഒരു പൊങ്ങച്ചം പറച്ചിൽ നിന്നാണ് ആരംഭിച്ചത്. തുറന്നു പറയാമല്ലോ, അതൊരു തമാശയുള്ള ഒരു പൊങ്ങച്ചം പറച്ചിൽ. ഒരിക്കൽ ആകാശവാണിയിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു എഡിറ്റർ, ചില്ല എന്ന മാസികയുടെ എഡിറ്റർ എൻ്റെ മുറിയിലേക്ക് വന്നു. ആ ചില്ല മാസികയുടെ എഡിറ്റർ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യൻ, ഗിരീഷ് എന്നാണ് പേര്. എൻ്റെ അടുത്ത് ഗിരീഷ് അല്ല, ഗിരീഷ് പഴയ ആൾ, പണ്ടത്തെ ആൾ, ഗിരീഷ് എന്നാണ് പേര് അദ്ദേഹത്തിന്റെ. അദ്ദേഹം എൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പൊ ഞാനന്ന് വളരെ എന്താ പറയാ ടെൻസ്ഡ് ആയിരുന്നു, വളരെ മനസ്സിന്റെ ഒക്കെ ഒരു ടെൻഷനുള്ള ഒരു സമയത്തായിരുന്നു അദ്ദേഹം എൻ്റെ മുറിയിലേക്ക് കയറി വന്നത്. അപ്പോ എന്നോട് ഗിരീഷ് ചോദിച്ചു, എന്താ മാഷ്ടർ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വല്ലാത്തൊരു ടെൻഷനിലാണ്. വേറെ ഒന്നുമല്ല, ഓഫീസ് ജോലികൾ ഒരുപാട് അധികമുണ്ട്, അത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു പൊങ്ങച്ചം കൂടി ഞാൻ പറഞ്ഞു. വെറും പൊങ്ങച്ചം, വാചകം അടിക്കുന്ന സമയത്ത് നാവിന് ലൈസൻസ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു അപകടം. നിങ്ങൾക്കൊക്കെ ഒരു കഥ എഴുതി ഇങ്ങോട്ട് വന്നാൽ മതി, ഞാനത് പ്രക്ഷേപണം ചെയ്ത് ഭംഗിയായിട്ട് നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കോൺട്രാക്ട് ഇടണം, അതിന് സ്റ്റേഷൻ ഡയറക്ടർ ഒപ്പ് മേടിക്കണം, ഇങ്ങനെയുള്ള ഔദ്യോഗിക നൂലാമാലകൾ 100 കണക്കിനുണ്ട്. നിങ്ങളുടെ പോലത്തെ ഒരു ലേഖനം എഴുതാനാണെങ്കിൽ എനിക്ക് മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങളെ വിളിക്കാനുള്ള ഔദ്യോഗിക ചുമതലകളുണ്ടല്ലോ, അതിന്റെ ഫയലെഴുത്തുകൾ, ആ ഫയലെഴുത്ത് ഉണ്ടാക്കാൻ എനിക്ക് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് ലേഖനം എഴുതാൻ എളുപ്പമാണെന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ 10 ഇരട്ടി വിഷമമുണ്ട് ഈ ഫയൽ എഴുതാൻ എന്നാണ്. ഔദ്യോഗിക ജോലിയുടെ ഭാഗമായ ഫയൽ എഴുതാൻ അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ലേഖനം എഴുത്ത് എളുപ്പമാണെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ സാറിന് ഒരു കൃതിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സാഹിത്യ വിമർശനം പോലത്തെ ലേഖനമൊക്കെ എഴുതാൻ പറ്റും? ഞാൻ പറഞ്ഞ നിഷ്പ്രയാസം എഴുതാൻ പറ്റും, കാരണം ഈ ഫയൽ എഴുതുന്ന എനിക്ക് അതൊക്കെ നിഷ്പ്രയാസമാണ്. അപ്പോൾ ഈ ഫയൽ എഴുതാൻ കൂടുതൽ പ്രയാസമാണെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ലേഖനം എഴുതാൻ പ്രയാസമില്ല എന്നല്ല. ഐ വാസ് ഓൺലി കമ്പയറിംഗ് ബോത്ത്. അപ്പോൾ അന്നത്തെ ആ ടെൻഷനിൽ അത് പറഞ്ഞുപോയി. അത് കഴിഞ്ഞാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫോൺ നമ്പർ കഷ്ടകാലത്തിന് അയാൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ഏകദേശം രാത്രി 9-9:30 ആയപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും വിളിക്കുന്നു, ഈ കൊച്ചു പയ്യൻ ഗിരീഷ്. മാഷല്ലേ പറഞ്ഞത് മാഷിന് സാഹിത്യ വിമർശനമൊക്കെ എഴുതാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞാൽ പറ്റും, എനിക്കൊക്കെ പറ്റും, ഇതപ്പോ അത്ര വലിയ വിഷമം, ഫയൽ എഴുത്തൊന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ 6 സാഹിത്യ ലേഖനങ്ങൾ എഴുതാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ആകടല്ലേ, ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയില്ലേ, എഴുതാൻ പറ്റുമെന്ന് പറയണ്ടേ? ഇവന്റെ മുമ്പിൽ അവൻ എന്നെക്കാളും പ്രായം കുറവാണ്, അവൻ 18 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും പ്രായം കുറഞ്ഞാൽ അനിയന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ കൊണ്ടാവില്ല. അപ്പൊ മാഷ് വെറുതെ പൊങ്ങച്ചം പറഞ്ഞാണല്ലേ, വെറുതെ തള്ളിയതാണല്ലേ എന്ന് പറയും. അപ്പൊ അത് ഞാൻ പണി എഴുതാം, 6 ലേഖനങ്ങളല്ലേ, എനിക്ക് പുല്ലാണ്. അപ്പൊ ഞാൻ അടുത്ത മാസത്തെ ചില്ല മാസികയില് സാറിന്റെ ആദ്യത്തെ ലേഖനം പബ്ലിഷ് ചെയ്യാമെന്ന് ഞങ്ങള് വാക്ക് കൊടുക്കട്ടെ. കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ എഴുതാൻ നോക്കിയ സമയത്തല്ലേ ഇത് എളുപ്പമല്ല എന്ന് മനസ്സിലാവുന്നത്. സാഹിത്യ വിമർശന ലേഖനം എഴുതുന്ന വിഷമം എളുപ്പമല്ല. അപ്പൊ എന്റെ മനസ്സിൽ 2-3 സാഹിത്യ വിമർശനപരമായിട്ടുള്ള ലേഖനങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടിലിരുന്നിട്ട് കൊച്ചു കടലാസുകൾ കുത്തിക്കുറിച്ച് ചില നോട്ടിങ്സ്, ദേ ആർ നോട്ട് ഈവൻ കംപ്ലീറ്റ് സെന്റൻസസ്, ചില പോയിന്റ്സ് അവിടെ ഇവിടെയും വാക്കുകളാക്കിയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് വി കെ ന്റെ സാഹിത്യത്തെ കുറിച്ചായിരുന്നു, പ്രത്യേകിച്ച് പിതാമഹൻ എന്ന നോവലിനെ കുറിച്ച് ഒരെണ്ണം. രണ്ടാമത് ഖസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ചായിരുന്നു. പിന്നെ വേറൊന്ന് TS എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡിനെയും അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രത്തെയും താരതമ്യം ചെയ്യുന്ന ഒരു ലേഖനമൊന്നുമില്ല, ലേഖനത്തെ കുറിച്ചുള്ള എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ 1-2 വാക്കുകൾ, നോട്ട് ഈവൻ കംപ്ലീറ്റ് സെന്റൻസസ്,
ഒരു നോട്ട് ബുക്കിൽ ഞാൻ എഴുതി വെച്ച് എന്തോ ഭാഗ്യത്തിന് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഈ തരിശുഭൂമിയെയും അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കമ്പയറബിൾ ആയിട്ടുള്ള രണ്ട് കൃതികളാണെന്ന് പറയുന്ന ഒരുപാട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ആ നോട്ടീസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ എന്റെ അഭിപ്രായം മറിച്ചായിരുന്നു. ഇത് കമ്പയറബിൾ അല്ല. കമ്പയറബിൾ അല്ലാത്ത രണ്ട് കൃതികളാണിത്. അതുവരെയുള്ള സാഹിത്യ വിമർശകന്മാർക്ക് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതിന് എസെൻഷ്യലി ഇത് രണ്ടും രണ്ടാണ്, കമ്പയർ ചെയ്യാൻ പാടില്ല. ചില തുലിപ്പുറമേയുള്ള ചില സാമ്യങ്ങളൊക്കെ ഉണ്ടാവാം, അത് മാത്രം വെച്ചിട്ടാണ് ഇവർ ചെയ്തത്, ആഴത്തിലേക്ക് പോയിട്ടില്ല എന്ന അഭിപ്രായത്തെ സാധൂകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കുറച്ച് വാക്കുകൾ എഴുതിയത്. എന്തായാലും അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ലേഖനമാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവസാനം കുത്തിയിരുന്ന് എഴുതി. ഈ ഡെഡ് ലൈൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ അത് ഗിരീഷിന് കൊടുത്തു. ഗിരീഷ് അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് വൺ. എൻ്റെ ആദ്യത്തെ പബ്ലിഷ് ചെയ്ത ലേഖനം എന്ന് പറയാം. അയ്യപ്പ പണിക്കരുടെ വേസ്റ്റ് ലാൻഡ്, തരിശുഭൂമി, അതും TS അയ്യപ്പന്റെ വേസ്റ്റ് ലാൻഡും അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രവും തമ്മിലുള്ള ആ കമ്പാരിറ്റീവ് സ്റ്റഡി. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല, രണ്ടും രണ്ടാണ്, എസെൻഷ്യലി രണ്ട് തരം കവിതകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതുവരെയുള്ള സാഹിത്യ വിമർശകന്മാരെ മുഴുവൻ വിമർശിക്കുന്ന ഒരു സാധനം. അതായിരുന്നു ദാറ്റ് വാസ് മൈ ഫസ്റ്റ് വൺ. അതിനുശേഷമാണ് ഫ്യൂഡൽ പ്രഭുത്വത്തിന്റെ രണ്ടാം ഊഴം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലേഖനം എഴുതുന്നത് VK കുറിച്ച്. അങ്ങനെ 1, 2, 3 ലേഖനങ്ങൾ എഴുതിയപ്പോഴേക്കും എനിക്ക് എഴുതാനുള്ള സ്പീഡും കുറച്ച് കൂടി തുടങ്ങി. ആദ്യത്തെ 2, 3 അന്ന് എഴുതുന്ന പോലെയല്ല, പിന്നെ എനിക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റി. അങ്ങനെ ഒരു പൊങ്ങച്ചത്തിന്റെ മുകളിൽ ആണ് കഷ്ടകാലത്തിന് ഞാൻ പിന്നീട് ലേഖനങ്ങളൊക്കെ എഴുതിയത്. 2, 3 ലേഖനങ്ങൾ എഴുതുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓരോ വാരികക്കാരും മാസികക്കാരും വിളിക്കും, പക്ഷെ അടുത്തത് ഓണപ്പുറത്താണ് കേട്ടോ, ഒന്ന് വരണേ എന്ന് വെച്ചാൽ ഒന്ന് തരണേ എന്നാണ് അർത്ഥം. ഒരു ലേഖനമായിട്ട് വരണം. ഇറ്റ് ബിക്കംസ് എ ഡിമാൻഡ്. പിന്നെന്താ വെച്ചാല് അങ്ങനെ ഓരോന്ന് എഴുതി അങ്ങ് പബ്ലിഷ് ചെയ്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അന്ന് ഗിരീഷ് എന്റെ റൂമിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊണ്ടുള്ള ശല്യം ആർക്കും ഉണ്ടാവില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരു ലേഖനം പബ്ലിഷ് ചെയ്യില്ല. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ നോട്ട്ബുക്കിൽ എഴുതി കുറിച്ച് വെച്ചാൽ തന്നെ എന്റെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഇങ്ങനെയല്ല, ഒരു നിലപാടെടുക്കാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. അതുവരെ ഞാനത് പബ്ലിഷ് ചെയ്യാൻ ആലോചിച്ചിട്ടുമില്ല. ഈ ഗിരീഷ് വന്നില്ലായിരുന്നെങ്കിൽ ആ നോട്ട്ബുക്കിൽ വരുമ്പോൾ കുറച്ച് കൂട്ടുമായിരുന്നു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് അയാളാണ്. ഞാൻ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടി. ഇത്രയൊന്നും കിട്ടരുതായിരുന്നു. എന്നേക്കാൾ അർഹതയുള്ള ഒരുപാട് ആൾക്കാർ ഒന്നും കിട്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടി എന്ന ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്, സാഹിത്യ വിമർശനത്തിലെ പ്രബന്ധ സമാഹാരത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് പുരസ്കാരം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. ഏത് കൊല്ലാന്ന് ഓർമ്മയില്ല, 2009 മറ്റോ ആണെന്ന് തോന്നുന്നു. തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധ എന്ന നോവലിനെ ആണ് കിട്ടിയത്. അതുപോലെ ഈ അടുത്ത് എൻ്റെ ഒരു സാഹിത്യ വിമർശന ഗ്രന്ഥത്തിന് കുമാരനാശാനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന് എനിക്ക് S. ഗുപ്തൻ നായർ സ്മാരക അവാർഡ് കിട്ടുകയുണ്ടായി. ഇതിനൊക്കെ പുറമെ ആകാശവാണിയുടെ ഏറ്റവും മികച്ച ചിത്രീകരണത്തിനുള്ള അവാർഡ് ഞാൻ ആകാശവാണി ജോയിൻ ചെയ്ത കാലത്ത് തന്നെ 1989 എനിക്ക് കിട്ടുകയുണ്ടായി. അത് ദേശീയ അവാർഡാണ് കിട്ടിയത്. പിന്നെ ഏറ്റവും നല്ല ട്രെയിനറായിട്ടും എനിക്കൊരു അവാർഡ് കിട്ടുകയുണ്ടായി. അഹമ്മദാബാദിൽ വെച്ചിട്ട് ഐ വാസ് എ ട്രെയിനർ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. അപ്പോൾ ദ ബെസ്റ്റ് ട്രെയിനർ ഇൻ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവാർഡ് കിട്ടുകയുണ്ടായി. ഇങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ. ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള സരോവരം എന്നൊരു സ്ഥലത്താണ്. കോഴിക്കോട് നഗരത്തിൽ തന്നെ എരഞ്ഞിപ്പാലത്തടുത്തുള്ള സരോവരം ബയോ പാർക്കിൻ്റെ അടുത്തായിട്ട് വരും. അവിടെയാണ് ഒരു ഫ്ലാറ്റിലാണ് താമസം. എൻ്റെ ഭാര്യ പ്രീത, എൻ്റെ മകള് നിവേദിത ഇപ്പോൾ അമേരിക്കയിൽ ടെക്സസിൽ ഗവേഷണ വിദ്യാർത്ഥിനി കൂടിയാണ്. അവൾ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുമായിട്ട് അവിടെ താമസിക്കുന്നു. ഭാര്യ ഹൗസ് വൈഫാണ്. പക്ഷേ അത് ബിടെക് ബിരുദധാരിണിയാണ്. പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. പ്രീത എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുന്നു. അത്ര തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.